വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദൈവിക വിനയത്തിൽ നെയ്തെടുക്കപ്പെട്ട ഒരാത്മാവ്. ഭൂമിയിൽ ദൈവസ്നേഹത്തിന്റെ സജീവ കവിതയായി അയാൾ സഞ്ചരിച്ചു. കാലങ്ങൾ കഴിഞ്ഞിട്ടും ഫ്രാൻസിസ് നടന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാനായി ഇപ്പോഴും സഹോദരന്മാർ വരുന്നുണ്ടെങ്കിൽ അവൻ നടന്ന വഴി എത്ര മനോഹരവും അവൻ വെട്ടിയൊരുക്കിയ വഴികൾ എത്ര സുന്ദരവുമായിരിക്കും. വിശുദ്ധ ഫ്രാൻസിസ് ലോകം അദ്ദേഹത്തിന് പല വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് ചേർന്ന ഏറ്റവും വലിയ വ്യാഖ്യാനം എന്നത് എല്ലാ കാലത്തും അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ജ്ഞാനം നൽകിയ വ്യക്തി. എൻ്റെ ജീർണിച്ച ദേവാലയത്തെ പുനരുദ്ധരിക്കുക എന്ന ദൈവസ്വരം കേട്ട വിശുദ്ധ ഫ്രാൻസിസ് ആദ്യമേ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ നവീകരിച്ചു. രണ്ടാമതായി പോർച്ചുഗല ദേവാലയത്തെ നവീകരിച്ചു. അങ്ങനെ അവസാനമായി അങ്ങ് ചക്രവാളത്തോളം നീണ്ടുകിടക്കുന്ന തിരുസഭയുടെ അടിത്തറകൾക്ക് ബലമേകി, മതിലുകൾക്ക് ഉറപ്പേകി, മേൽക്കൂരകൾക്ക് ശക്തിയേകി. പണ്ട് പാലസ്തീനയിൽ ജീവിച്ചു മരിച്ച ഈശോ എന്നല്ല വിശുദ്ധ ഫ്രാൻസിസ് ഈശോനാഥനെ പറ്റി വിചാരിച്ചിരുന്നത്. മറിച്ച് ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വസിക്കുന്ന ദൈവം എൻ്റെ ദൈവം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. മരവിപ്പിക്കുന്ന കൊടുന്തണുപ്പിലും സ്വന്തം സഹോദരങ്ങളാൽ ആട്ടിപ്പായ്ക്കപ്പെട്ടപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന കനലിൻ്റെ ചൂടിൽ ആനന്ദം കണ്ടെത്തിയവനാണ് വിശുദ്ധ ഫ്രാൻസിസ്. ഫ്രാൻസിസ് ലോകത്തിൻ്റെ നശ്വരമായ മെഴുകുതിരിവട്ടങ്ങളെ മറന്ന് അനശ്വരമായ സൂര്യ തേജസ്സിനെ പ്രണയിച്ചവൻ. അസീസിയിലെ ഫ്രാൻസിസ് ഒരു വിശുദ്ധനേക്കാളുപരി ഒരു കംപ്ലീറ്റ് മനുഷ്യനായിരുന്നു. മനുഷ്യനെ അവരുടെ അവസ്ഥകളിൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ. വലിയ ദുഃഖത്തിൻ്റെ ഇടയിലും യഥാർത്ഥ സന്തോഷം കണ്ടെത്തിയ മനുഷ്യൻ.